ഇന്ത്യൻ റിവർ സിസ്റ്റം, മൗണ്ടൻ സിസ്റ്റം, വെജിറ്റേഷൻ. ഈ 3 ടോപ്പിക്കുകളും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Question: In India, os, amen and boro terms are associated with which crop from the following? Wheat, gram, sugarcane, paddy. So this is related with the paddy ആണ്. ഈ ഓസ്, അമൻ, ബോറോ എന്നൊക്കെ പറയുന്ന പാഡി കൾട്ടിവേഷൻ സാധാരണ നടക്കുന്നത് നമുക്ക് ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ റീജിയനിലാണ് പ്രധാനമായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അത് ഓസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ്, അത് സമ്മർ സീസണിലാണ് അത് വിതയ്ക്കുന്നത്. സമ്മർ സീസണിൽ വിതയ്ക്കുകയും ഓട്ടം സീസണിൽ ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ക്രോപ്പ്, പാഡി ക്രോപ്പാണ് ഓസ്. അമൻ എന്ന് പറയുന്നത് റെയിനി സീസണിൽ വിതയ്ക്കും, അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വിൻ്റർ സീസണിലാണ്. ബോറോ വിൻ്റർ സീസണിൽ വിതയ്ക്കുകയും അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമ്മർ സീസണിലുമാണ്. സ്പ്രിംഗ് റൈസ് എന്നും ബോറോ അറിയപ്പെടാറുണ്ട്. സോ മെയിൻലി ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയിലാണ് ഈ 3 ടൈപ്പ് ഓഫ് ക്രോപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് പെനിൻസുലാർ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഈസ് എ വെസ്റ്റ് ഫ്ലോവിംഗ് റിവർ? ഇന്ത്യയിലെ വെസ്റ്റ് ഫ്ലോവിംഗ്, പെനിൻസുലാർ ഇന്ത്യയിലെ വെസ്റ്റ് ഫ്ലോവിംഗ് റിവർ, പെനിൻസുലാർ ഇന്ത്യയിലെ വെസ്റ്റ് ഫ്ലോവിംഗ് റിവർ ആണ് നർമ്മദ റിവർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്കറിയാം നർമ്മദ റിവർ ഡിസ്ചാർജസ് ഇൻ ടു ഗൾഫ് ഓഫ് കമ്പത്ത്, അറേബ്യൻ സീയിലെ ഗൾഫ് ഓഫ് കമ്പത്തിൽ പോയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. നർമ്മദ റിവറിന്റെ പ്രത്യേകതയുണ്ട്, ഇറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ്. വിന്ധ്യ സത്പുര മൗണ്ടെയിൻസിന് ഇടയിലൂടെയാണ് നർമ്മദ റിവർ ഒഴുകുന്നത്. റിഫ്റ്റ് വാലി റിവർ നർമ്മദ അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, നർമ്മദ റിവർ ഫോം ദ ക്ലിയറസ്റ്റ് എസ്റ്റുറി. എസ്റ്റുറി മീൻസ് റിവർ മൗത്ത് എമംഗ് ഇന്ത്യൻ റിവേഴ്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഗോദാവരി നമുക്കറിയാം, ദ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഓഫ് പെനിൻസുലാർ റിവർ സിസ്റ്റമാണ് ഗോദാവരി. കൃഷ്ണ റിവർ, കാവേരി റിവർ രണ്ടും സൗത്ത് ഇന്ത്യയിലെ പ്രോമിനന്റ് റിവേഴ്സ് ആണ്. കാവേരി, ഗോദാവരി, കൃഷ്ണ എല്ലാം ഈസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ് ആണ്. അത് ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കുന്നു. നർമ്മദയാകട്ടെ അറേബ്യൻ സീയിൽ പതിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: What is the main reason behind substantial rainfall during summer on the western coast of India? ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ മഴ ലഭിക്കാൻ പ്രധാനപ്പെട്ട കാര്യം ആണ്, ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ വെസ്റ്റേൺ ഗട്ട്സ് കണ്ടിന്യൂസ് മൗണ്ടെയിൻ ചെയിനായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന സൗത്ത് വെസ്റ്റേൺ മൺസൂൺ ഈ വെസ്റ്റേൺ കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഇടിക്കുകയും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വെസ്റ്റേൺ സൈഡിൽ കാര്യമായി മഴ കൊടുക്കുകയും ചെയ്തു. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വെസ്റ്റേൺ ഗട്ട്സ് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ substantial rainfall in the western coast of India. Question number 4. In which of the following states of India is the maximum extent of alluvial soil found? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അലൂവിയൽ സോയിൽ ഡിപ്പോസിറ്റ്സ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? തീർച്ചയായിട്ടും ആൻസർ ഉത്തർപ്രദേശ് ആണ്. കാരണം ഉത്തർപ്രദേശിലേക്ക് ഗംഗാ റിവർ അതിൻ്റെ മിഡിൽ കോഴ്സിൽ പോകുന്നു. ഗംഗാ റിവറിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയ ഗഗ്ര, ഗന്ധക് ഒക്കെയും വന്ന് നമ്മുടെ ഗോമതി റിവർ, ഗഗ്ര റിവർ ഒക്കെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഒക്കെ വന്ന ഉത്തർപ്രദേശിൽ വെച്ച് ഗംഗയിൽ ചേരുന്നു. ഇതുകൂടാതെ ചമ്പൽ, സിന്ധ്, ബെറ്റുവ, എന്ന് പറയുന്ന യമുന റിവർ ട്രിബ്യൂട്ടറീസ് ഒന്ന് ചേരുന്നു. അങ്ങനെ ഫെർട്ടൈൽ അലൂവിയൽ പ്ലെയിൻസിൽ നിറഞ്ഞ പ്രദേശമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് അഫക്ട് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ്, നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് അഫക്ട്സ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ അല്ലേ. ഫോർ എക്സാമ്പിൾ ഹില്ലി റീജിയൻസിലൊക്കെ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ക്ലൈമറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ലാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാറ്റിറ്റ്യൂഡിൽ നകർന്നതനുസരിച്ച് സൂര്യപ്രകാശം പതിക്കുന്ന പോയിന്റ്സ് വ്യത്യാസപ്പെടുകയും ക്ലൈമറ്റ് മാറുകയും ചെയ്യുന്നു. വിൻസ് ക്ലൈമറ്റിന് ഡിസൈഡിങ് ഫാക്ടറാണ്. സോ ആൻസർ ഈസ് ലോങ്ങിറ്റ്യൂഡ്. ലോങ്ങിറ്റ്യൂഡ് does not affect the climate of India. Next is 6th one. Which of the following states of India is the first to receive rainfall on the southwest monsoon? southwest monsoon നിന്ന് ആദ്യമായി റെയിൻഫോൾ ലഭിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളത്തിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് ആദ്യമായി റെയിൻഫോൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് 7th one. Which of the following hills are located in പൂർവാഞ്ചൽ അഥവാ സൗത്ത് ഈസ്റ്റേൺ ഹിമാലയാസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹിൽസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. സൗത്ത് ഈസ്റ്റേൺ ഹിമാലയ അഥവാ പൂർവാഞ്ചൽ ഹിൽസിൻ്റെ ഭാഗമാണ് പത്കായി ബം, നാഗാ ഹിൽസ്, മിസോ ഹിൽസ്, തുഷായ് ഹിൽസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഷെവറോയ് ഹിൽസ് ആൻഡ് ജാവഡി ഹിൽസ് നമുക്കറിയാം. ഷെവറോയ് ഹിൽസ് ആൻഡ് ജാവഡി ഹിൽസ് എന്ന് പറയുന്നത് അത് ഈസ്റ്റേൺ ഗട്ട്സിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹിൽസാണ്. കാസി ആൻഡ് ജയന്തിയ ഹിൽസ് മേഘാലയൻ പ്ലേറ്റോ അഥവാ ഷില്ലോങ് പ്ലേറ്റോയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹിൽസാണ്.
ഓക്കെ, ദെൻ ആനമുടി ആൻഡ് ദോഡാബേട്ട വെസ്റ്റേൺ ഗട്ട്സിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഹിൽസ് ആണ്. ആനമുടി നമുക്കറിയാം ഹയസ്റ്റ് പീക്ക് ഓഫ് വെസ്റ്റേൺ ഘട്ടാണ് ആനമുടി. ദോഡാബേട്ട ഈസ് എ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ് ആണ് കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വരുന്ന മിസോ ഹിൽസ് ആൻഡ് നാഗ ഹിൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which mountain range from the following is associated with the Rajasthan state? രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട മൗണ്ടെയിൻ റേഞ്ച് ഏതാണ്? സത്പുര മൗണ്ടെയിൻ അസോസിയേറ്റ് മധ്യപ്രദേശിലാണ് നമുക്ക് സത്പുര മൗണ്ടെയിൻ കാണുന്നത്. സഹ്യാദ്രി റേഞ്ചസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ഓഫ് ഇന്ത്യ ആണ്. ദാറ്റ് ഈസ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടുമാണ് സഹ്യാദ്രി റേഞ്ചസ് കിടക്കുന്നത്. ആരവല്ലി റേഞ്ചസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ആരവല്ലി റേഞ്ചസിന്റെ മജോറിറ്റി ഏരിയ. വിന്ധ്യ മൗണ്ടെയിൻസ് നമുക്കറിയാം മധ്യപ്രദേശിലാണ്. സോ ഓപ്ഷൻ സി ആരവല്ലി റേഞ്ച് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Question. The famous coal mining region Korba is located in which state of India? ഇപ്പോൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ മൈൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കോർബ കാണപ്പെടുന്ന എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് വൈൽഡ് ആസസ് ആൻഡ് ക്യാമൽസ് ഫൗണ്ട് ഇൻ ഇന്ത്യ? ഓക്കെ, ക്യാമൽസ് നമുക്കറിയാം ക്യാമൽസ് കാണുമ്പോൾ ഡെസേർട്ട് റീജിയനിലാണ്. സോ ടോപ്പിക് എവർഗ്രീൻ ഫോറസ്റ്റ് അല്ല, മൗണ്ടെയിൻ ഫോറസ്റ്റ് അല്ല, മാംഗ്രോവ് ഫോറസ്റ്റ് അല്ല. ഓപ്ഷൻ സി തോണി ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ് ആണ് കറക്റ്റ് ആൻസർ. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്